So we have 5 guarantees which we are proposing for the people of Kerala. 5 ഗ്യാരണ്ടികളാണ്, 5 ഉറപ്പുകളാണ്, പഞ്ചവ്യവസ്ഥകളാണ് ഈ രംഗത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത്. So the first guarantee is a free bus travel for all women in KSRTC buses. ആദ്യത്തെ ഗ്യാരണ്ടി കേരളത്തിലെ KSRTC വാഹനങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം തീർത്തും സൗജന്യമായ നിരക്കിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. 1,000 rupees a month financial assistance to college going girl students. മാസാന്തം 1000 രൂപ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് നൽകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. Welfare pensions increased to 3,000 rupees a month. ക്ഷേമ പെൻഷൻ മാസാന്തം 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. The Congress government in Rajasthan came up with a fantastic health insurance scheme. രാജസ്ഥാനിലെ ഗവൺമെന്റ് വളരെ സമഗ്രമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. It was praised all over the world. അത് ലോകത്ത് മുഴുവനും പ്രശംസിക്കപ്പെട്ടു. And one of our greatest leaders was Oommen Chandy ji. നമ്മുടെ മഹാന്മാരായ നേതാക്കളിൽ പെടുന്ന വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻ ചാണ്ടിജി. So we are going to name the new health insurance scheme for Kerala after Oommen Chandy ji. ഉമ്മൻ ചാണ്ടിയുടെ കാലശേഷം കേരളത്തിലെ ആ ഇൻഷുറൻസ് സംഭവത്തിന് അതിന് തകർച്ച സംഭവിച്ചിട്ടുണ്ട്. And that is going to provide 25 lakh rupees of insurance for every household. ഓരോ വീടിനും ഓരോ കുടുംബത്തിനും 25 ലക്ഷം വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. Up to 5 lakh interest-free loans for youngsters who want to start their businesses. അതിൽ 5 ലക്ഷം വരെയുള്ളവർക്ക് അതിൽ 5 ലക്ഷം വരെ ചെറുപ്പക്കാർക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് സൗജന്യമായി കടം ഫ്രീ ലോൺ നൽകുന്നതിനായിരിക്കും ഉപയോഗപ്പെടുത്തുക. And a dedicated ministry for senior citizens welfare. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി അവർക്ക് സേവനത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക മന്ത്രാലയം പ്രായം ചെന്നവർക്ക് വേണ്ടി തുടങ്ങാൻ നാം തയ്യാറാകും. ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി പുതുയുഗ യാത്രയുടെ സമാപനത്തിന്റെ ഭാഗമായി UDFന്റെ 5 ഉറപ്പുകൾ പ്രഖ്യാപിക്കുന്നത് കണ്ടു. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രയും യുവജനങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ 5 ലക്ഷം രൂപയുള്ള വരെയുള്ള പലിശരഹിത വായ്പയും സാധാരണക്കാരന് ആശ്വാസമായി ക്ഷേമ പെൻഷനുകൾ 3000 രൂപ ആക്കുന്നതും കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപയും ഒക്കെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ മേഖലയും ചേർത്ത് നിർത്താനുള്ള തീരുമാനത്തിൽ വലിയ സന്തോഷം തോന്നി. എന്നാൽ എനിക്ക് വ്യക്തിപരമായി ആ ഉറപ്പുകളിൽ ഏറ്റവും ഇഷ്ടമായത് എല്ലാ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ആ സന്തോഷത്തിന് 2 കാരണമാണ് ഉള്ളത്. രണ്ടാമത്തെ കാരണം, ഒരു രോഗം വന്നാൽ ആ രോഗം വന്ന ആളിനെ മാത്രമല്ല കുടുംബത്തെ തന്നെ തകർക്കും. ഏറ്റവും പ്രധാന പ്രതിസന്ധി നമുക്ക് താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യത തന്നെയാണ്. പുതിയ കാലത്തെ പുതിയ രോഗങ്ങൾ മിക്കതും വലിയ ചികിത്സാ ചിലവ് വരുന്നതാണ്. ആ ചികിത്സാ ചിലവ് താങ്ങാൻ കഴിയാത്ത എത്രയോ മനുഷ്യരെ നമ്മൾ നിത്യേന കാണുന്നുണ്ട്. ഈ പദ്ധതി പ്രതീക്ഷയേറ്റ ആ മനുഷ്യരുടെ മുഖങ്ങളിൽ സന്തോഷത്തിൻ്റെ പുഞ്ചിരി നൽകും. ആ പദ്ധതിയുടെ സന്തോഷത്തിൻ്റെ ഒന്നാമത്തെ കാരണം, ആ പദ്ധതി നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലാണ്. ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് കാരുണ്യ പദ്ധതിയിലൂടെ താങ്ങായവൻ്റെ പേരിൽ തന്നെ, കേൾക്കാൻ കഴിയാത്ത കുരുന്നുകൾക്ക് ശ്രുതി തരംഗം പദ്ധതിയിലൂടെ വിളികേട്ടവൻ്റെ പേരിൽ തന്നെ ഉമ്മൻചാണ്ടി സാർ എന്ന പേര് തന്നെ ഒരു ഉറപ്പാണ്. പ്രതീക്ഷയേറ്റവനെ ചേർത്ത് നിർത്തുന്ന ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുകയാണ്. രണ്ടാമതൊരു പോസ്റ്റ്, ഇന്ന് 2 പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടം പങ്കുവച്ചിട്ടുള്ളത്. അതായത് പുതുയുഗ യാത്രയുടെ സമാപനത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടം ബഹുമാനപ്പെട്ട ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ കരുത്തുറ്റ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി
പ്രഖ്യാപിച്ച 5 പ്രധാനപ്പെട്ട പദ്ധതികൾ. ആ പദ്ധതികളെ മുൻനിർത്തി രാഹുൽ മാങ്കൂട്ടം ആദ്യം പങ്കുവെച്ച കുറിപ്പ് ഇപ്രകാരമാണ്. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ ഇൻഷുറൻസ്, യുവാക്കൾക്ക് 5 ലക്ഷം വരെ പലിശരഹിത വായ്പ, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കും, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ. ഇത് UDF നൽകുന്ന, നമുക്ക് തരുന്ന ഉറപ്പാണ്. നമ്മൾ ജയിക്കും, നമ്മൾ നയിക്കും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ കാര്യം കിടക്കുന്നത്. ഏത്? രാഹുൽ മാങ്കൂട്ടം തൻ്റെ സ്ഥാനാർത്ഥിത്വം അനൗൺസ് ചെയ്യുകയാണ്. രാഹുൽ മാങ്കൂട്ടം താൻ മത്സരിക്കുമെന്നുള്ള കാര്യം കൺഫേം ചെയ്യുകയാണ്. രാഹുൽ മാങ്കൂട്ടം താൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് നമ്മോട് പറയുകയാണ്. അതാണ് ഇത് UDF നമുക്ക് നൽകുന്ന ഉറപ്പാണ്. നമ്മൾ ജയിക്കും, നമ്മൾ നയിക്കും എന്ന് പറഞ്ഞാൽ രാഹുൽ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയെ കടക്ക് വിജയ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയിറക്കുവാനുള്ള യത്നത്തിൽ നമ്മളെ മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുൽ മാങ്കൂട്ടവും ഒരു പോരാളിയായിട്ട്, അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടായ ഘട്ടങ്ങളിലെല്ലാം, പാർട്ടി വീണിടത്ത് നിന്ന് കടന്ന് ഉരുളേണ്ട അവസ്ഥയുണ്ടായപ്പോഴെല്ലാം ഈ പാർട്ടിയെ കൈപിടിച്ചുയർത്താൻ മുന്നിൽ നിന്ന് നയിച്ചവനാ രാഹുൽ മാങ്കൂട്ടം. അയാൾ ഉണ്ട്, അയാൾ ഉണ്ടാകും, അയാൾ മത്സരിക്കും, അയാൾ വിജയിക്കും, നമ്മൾ വിജയിക്കും, നമ്മൾ നയിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നു രാഹുൽ മാങ്കൂട്ടം. അല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചുകൊണ്ടുള്ള പല അപ്ഡേറ്റുകളും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തെളിവ് സഹിതം കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വിളിച്ചു പറയുമ്പോൾ ഇപ്പോഴിതാ ആ കാര്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം, രാഹുൽ മത്സരിക്കും, രാഹുൽ പാലക്കാട് മത്സരിക്കും, രാഹുൽ പാലക്കാട് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം രാഹുൽ മാങ്കൂട്ടം തന്നെ ഉറപ്പിച്ച് പറയുന്നു. അയാൾ തന്നെ അത് കൺഫേം ചെയ്യുന്നു. ഇത് നമ്മൾക്ക് ഇനി ആശങ്കകൾ വേണ്ട. ഇനി രാഹുൽ മത്സരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ പ്രസക്തമല്ല, അപ്രസക്തമാണ്. കാരണം അയാളുടെ സ്ഥാനാർത്ഥിത്വം വെറുതെ അയാൾ പറയില്ലല്ലോ. മനസ്സിലായില്ലേ? കൈപ്പത്തി അടയാളത്തിൽ അയാൾ മത്സരിക്കണമെങ്കിൽ അത് ആര് തീരുമാനിക്കണം? പാർട്ടി തീരുമാനിക്കണം, അല്ലേ? ആ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എന്താ ബാക്കി? ഇനി ഇതിൻ്റെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം വരണം, അല്ലേ? അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കാലമാണ്, അല്ലേ? അവിടെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രചരണങ്ങൾ മുന്നിൽ നിന്ന് നയിക്കണം, രാഹുലിന് വേണ്ടി പ്രതിരോധങ്ങൾ തീർക്കണം, അയാൾക്ക് വേണ്ടിയുള്ള ന്യായങ്ങൾ നമ്മൾ പറയണം. അയാളുടെ വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് MLA എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്തു വെച്ചതൊക്കെ നമ്മൾ ജനങ്ങളിലേക്ക് മാക്സിമം എത്തിച്ചു കൊണ്ടേയിരിക്കണം. അതുവഴി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു മിന്നും വിജയം നമ്മൾ സമ്മാനിക്കണം. ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു ബാധ്യതയാണ്. കാരണം രാഹുലിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടെ രാഹുലിന് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലെ 10-15 വരുന്ന വേശ്യാ മാധ്യമങ്ങൾ രാഹുലിനെതിരായി സംസാരിക്കാമായിരിക്കാം. അത് 15 വ്യക്തികൾ എന്ന് മാത്രം കണക്ക് കൂട്ടിയാൽ മതി. പക്ഷേ സോഷ്യൽ മീഡിയ നമ്മുടെ കയ്യിലുണ്ട്. ആ സോഷ്യൽ മീഡിയയിലൂടെ രാഹുലിൻ്റെ പ്രചരണം നമ്മളെല്ലാവരും ഏറ്റെടുക്കണം. മാക്സിമം എന്നെ കേൾക്കുന്നവർ രാഹുലിന് വേണ്ടിയുള്ള ഓരോ സംസാരങ്ങളും എല്ലാവരിലേക്കും എത്തിക്കണം, ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ വിജയിക്കും, നമ്മൾ നയിക്കും, UDF അധികാരത്തിൽ വരും, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഉണ്ടാകും. മേ ബി അയാൾ ഒരു ക്യാബിനറ്റ് പദവിയിൽ നിയമസഭക്കകത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ നമ്മൾ രാഹുലിന് വേണ്ടി പ്രവർത്തിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം ഒത്തുചേരുമ്പോൾ ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോൾ അത് ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു കാര്യമായി മാറുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ്, അതുപോലെ യുവജനങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി 5 ലക്ഷം പലിശരഹിത വായ്പ, അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള ഒരു ധനസഹായം എല്ലാ മാസവും,
അതുപോലെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നുള്ള കാര്യം, സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിലെ സൗജന്യ യാത്ര. അപ്പം ഇതൊക്കെ വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിന് വലിയ സഹായകരമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാ, ഈ പുതുയുഗ യാത്ര ഇന്നിവിടെ അവസാനിച്ചതോടുകൂടി വലിയ 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 അടി പിണറായി വിജയൻ്റെ കരണത്തേറ്റിരിക്കുകയാണ്. കാരണം ഒരിക്കലും സ്വപ്നം കാണാത്ത രീതിയിലുള്ള വലിയ പദ്ധതികളാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ ജനം ഏറ്റവും ആഗ്രഹിക്കുന്ന ആരോഗ്യ മേഖലയും അതുപോലെ യുവാക്കൾക്ക് പുതിയ സംരംഭത്തിനുള്ള വഴിയും, യുവാക്കളെ കേരളത്തിൽ ഈ പറയുന്ന എന്താ പറയുന്നത് ഈ ഒരു വൃദ്ധസദനമാകാതിരിക്കാൻ യുവാക്കളെ കേരളത്തിൽ നിലനിർത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും എല്ലാം കൂടി ഒത്തുചേരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം കേരളം അത് വളരെ വളരെ മികച്ച ഒരു നാടായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്താണെങ്കിലും ഈ പുതുയുഗ യാത്ര അവസാനിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പ് കിട്ടി. അത് മറ്റാരിൽ നിന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് അയാൾ കൺഫേം ചെയ്യുന്നു, മത്സര രംഗത്ത് ഞാൻ ഉണ്ടാകുമെന്നുള്ളത്. ഇതിലേറെ സന്തോഷം നമുക്കെന്താ വേണ്ടത്? അല്ലേ? ഇതിലേറെ സന്തോഷം നമുക്കെന്താ വേണ്ടത്? ഇത് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത്. ഇതിന് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിൻ്റെ ദൂരം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അത് ഓൾറെഡി ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ആയിട്ട് തന്നെ ഇതിനെ കണക്ക് കൂട്ടാം. കാരണം മത്സരിക്കുന്ന വ്യക്തി, ഇപ്പം രാഹുൽ പറയുന്നതാണല്ലോ, അപ്പോൾ മത്സരിക്കുന്ന വ്യക്തി തന്നെ പറയുന്നു ഞാൻ ഉണ്ടാകും, നമ്മൾ ജയിക്കും. ഉണ്ടാകുമെന്ന് മാത്രമല്ല, ജയം സുനിശ്ചിതമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നു. ഇപ്പം ഞാൻ ഓർക്കുന്നത്, രാഹുലിനെ അന്യായമായിട്ട് അറസ്റ്റ് ചെയ്ത ആ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ ഒരു ദിവസം ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് രാഹുൽ പറഞ്ഞിരുന്നു, ഞാൻ തിരിച്ചു വരും, ഞാൻ പാലക്കാടെത്തും, ഞാൻ വിജയിക്കും, ഞാൻ മത്സരിക്കും, ഞാൻ വിജയിക്കും. അല്ലേ? അപ്പം അത് തന്നെയല്ലേ വീണ്ടും രാഹുൽ പറയുന്നത്. പക്ഷേ അവിടെ അയാൾ അത്ര സ്വാർത്ഥനല്ല, നമ്മൾ വിജയിക്കും. ഓഫ് കോഴ്സ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അത് പബ്ലിക്കാണ്, ജനമാണ്, പൊതുസമൂഹമാണ്. അവർ കൂടെ നിൽക്കും അല്ലേ? അല്ലെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ? കേരളത്തിൽ 140 MLA-മാരുണ്ട്. ഈ 140 MLA-മാരിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. 139 ആളും നിലവിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ 139 ആളും ജീവിച്ചിരിപ്പുണ്ട്. ഈ 139 ആളെ വെച്ച് ഒരു പരിശോധന നടത്തിയാലും അതിൽ ജനപ്രീതിയുള്ള ആദ്യത്തെ 10 ആളെടുത്തോ, വേണ്ട, ആദ്യത്തെ 5 ആൾക്കാരെടുത്തോ, ഈ 5 ആളുടെ ലിസ്റ്റിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. വേട്ടക്കാർക്ക് തർക്കമില്ല, CPM-നോ സഖാക്കൾക്കോ തർക്കമില്ല, കോൺഗ്രസിന് തീരെയുമില്ല. എന്താ കാര്യം? അതല്ലേ കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ തുറന്നു പറയാൻ തയ്യാറായത് അല്ലേ? ഈ ജനപ്രീതി അതൊന്നും വില കൊടുത്ത് വാങ്ങാനോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടും ഉണ്ടാവുന്നതല്ല. എത്രയൊക്കെ ആരോപണങ്ങൾ വളരെ കൃത്യമായിരുന്നില്ലേ? രാഷ്ട്രീയ വേട്ടയായിരുന്നില്ലേ നടന്നത്? അയാളെ തകർക്കാൻ വേണ്ടി നടത്തിയ രാഷ്ട്രീയ വേട്ടയായിരുന്നില്ലേ? തകർന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. തകർക്കാൻ കഴിയുകയുമില്ല. കാരണം രാഹുൽ എന്ന പോരാളി, കോൺഗ്രസിൻ്റെ പോരാളി, അയാൾ ജീവിച്ചിരിക്കുന്നത് ജനമനസ്സുകളില്ല. ഞാൻ ആണയിട്ട് പറയുന്നു, ഈ വിവാദങ്ങൾ, ഈ ആരോപണങ്ങൾ, ഈ പരാതികൾ, അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗ്രാഫ് ഒന്നുകൂടി മുകളിലേക്ക് ഉയർത്താനല്ലാതെ താഴ്ത്താൻ ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല. അത് സാധിക്കുകയുമില്ല. കാരണം എന്താ? അവൻ പോരാളിയാ, വെറും പോരാളിയല്ല, മുന്നണി പോരാളിയാ, പാർട്ടിയെ കൈപിടിച്ച് ഉയർത്തിയ മുന്നണി പോരാളിയാ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർ അത്രയും അയാൾക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. എന്താണെങ്കിലും ഒരു കാര്യത്തിൽ വലിയ സന്തോഷം. ഈ പുതുയുഗ യാത്ര അവസാനിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളോട്, ഒന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുതുയുഗ യാത്രയുടെ സമാപന വേദിയിലെത്തും, അതല്ലെങ്കിൽ പുതുയുഗ യാത്ര കഴിഞ്ഞിട്ട് ഉടനെയുള്ള കോൺഗ്രസിൻ്റെ ഒരു വേദിയിൽ രാഹുൽ മാങ്കൂട്ടം തിരിച്ചെത്തുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എന്താണെങ്കിലും പുതുയുഗ യാത്രയുടെ വേദിയിലെത്തിയില്ലെങ്കിലും താൻ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഒരു ഒഫീഷ്യൽ കൺഫേം അത് അയാൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ കൃത്യമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസം രാഹുലിൻ്റെ പ്രചരണത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ സമയങ്ങൾ മാറ്റിവെക്കണമെന്നുള്ളതാണ്.